ഇതാണ് നമ്മുടെ ഫ്രണ്ട് നിയാസ്. നമ്മളിപ്പോ ഇവിടുന്ന് ഫിഷിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഡിഫറെന്റ് വെറൈറ്റി ഏഞ്ചലൊക്കെ മൂപ്പര് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് കുറവാണ്, മുമ്പ് ഇതിനേക്കാളൊക്കെ കുറെ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മൂപ്പരോട് ചോദിക്കാം എന്തൊക്കെ മെത്തേഡിലാണ് ഇവിടെ ഈ ബ്രീഡിങ് ചെയ്യുന്നത്, എന്താണ് ഫുഡ് കൊടുക്കുന്നത്, വാട്ടർ ചേഞ്ച് എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ബ്രീഡിങ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മൂപ്പരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏഞ്ചലുണ്ട്. അവർക്കിപ്പോൾ നല്ലൊരു കൂടിപ്പോൾ ഇവർ ഇവിടുന്ന് റെഡിയാക്കി കൊടുക്കും, സെപ്പറേറ്റ് ഒരു ടാങ്കിലാക്കി കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുവന്നാക്കിക്കാണ് എങ്ങനെയാണ് ബ്രീഡ് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളാണ്. ഇത് ഏതാണ് വെറൈറ്റി? ഇത് ജെറ്റ് ബ്ലാക്കിന്റെ വെറൈറ്റി. ഒരു ബാച്ചിലെ കുഞ്ഞുങ്ങളാണോ? അത് ഒരു ബാച്ചാണ്. ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് ആവറേജ് കിട്ടുന്നത്? ജെറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് കുറവാണ്. ഇതിൽ മെയില് ആൽബിനോ, ഫീമെയിൽ ജെറ്റ് ബ്ലാക്ക് ആണ്. അതിന്റെ പേരിപ്പോ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പേരുണ്ട്. എത്ര മാസം പ്രായമുള്ളതാണ് ഇപ്പോൾ? ഒരു 1.5 മാസം പ്രായം. 1.5 മാസമായി. 1.5 മാസം. ഓക്കെ, കൈ കാണിക്കും ബോഡി വരുന്നുണ്ടല്ലേ? വിഷന്നിരിക്കണം എല്ലാവരും. ഈ എത്ര സമയങ്ങളിലാണ് ഫുഡ്? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് 2 നേരം കൊടുക്കാറ്, രാവിലെ വൈകുന്നേരം. 1.5 മാസം പ്രായത്തിൽ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. എന്താണ് അപ്പോൾ ഇതിന്റെ ഫുഡ്? ആർട്ടിമിയ ഫ്ലേക്സ്, പെല്ലറ്റ്സ്, പിന്നെ 1.5 കൂടുമ്പോൾ ഫ്രോസൺ കൊടുക്കും. ഈ ബ്രൈൻ സ്ട്രിപ്പ് വിരിച്ചു കൊടുക്കുന്നത് എത്ര വരെയാണ് കൊടുക്കുന്നത്? ഇത് ജനിച്ചത് മുതൽ ഫ്രീസിംഗ് ആയത് മുതൽ ഒരു മാസം കൂടി പോലെ ഒരു 3 ആഴ്ച, പിന്നെ 4ാമത്തെ ആഴ്ച മുതൽ ഡീകാപ്സുലേറ്റഡ് ആർട്ടിമിയ കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മളൊരു തവണ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ എങ്ങനെയാണ് ഡീകാപ്സുലേറ്റഡ് കൊടുക്കേണ്ടത്. അപ്പം മൂപ്പരും ഡീകാപ്സുലേറ്റഡും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വാട്ടർ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യും? വാട്ടർ ചേഞ്ച് നമ്മൾ ഇതിന്റെ ഡെൻസിറ്റി, എത്ര ക്വാണ്ടിറ്റി, എത്ര ഫിഷ് ഉണ്ട് അതിനനുസരിച്ച്, പിന്നെ ടാങ്കിന്റെ സൈസ്, വെള്ളം ഇപ്പൊ എത്ര ഉണ്ടാവും ഇതിൽ, പിന്നെ ഫീഡിങ് വെള്ളം എത്ര ഉണ്ടാവും? വെള്ളം ഒരു 100 ലിറ്ററിന്റെ ടാങ്കാണ്. 100 ലിറ്റർ ടാങ്കാണ്. അപ്പൊ ഇത് എന്തായാലും ഒരു 90 ലിറ്ററിന്റെ അടുത്ത് വെള്ളമുണ്ട്. അപ്പൊ അതിൽ എത്ര ലിറ്റർ ഇപ്പൊ നമ്മൾ മാറ്റും? ഇത് മാറ്റുന്ന സമയത്ത് പാതിയോളം മാറ്റും. 50 to 70% എപ്പോഴും മാറ്റാറുണ്ട്. അപ്പൊ അത് ഒരു സ്ട്രെസ് ഒന്നും വരില്ല ഫിഷിന്? ഇല്ല. സ്ട്രെസ് എല്ലാവരും പറയാറുണ്ട്, ഫിഷിന് വാട്ടർ ചേഞ്ച് അധികമായി കഴിഞ്ഞാൽ സ്ട്രെസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഏഞ്ചലിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും പറയാറുണ്ട് മീനുകൾക്ക് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നു. പൊതുവെ ഈ നമ്മളിപ്പോ അരോണ ഫിഷിനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ചേഞ്ച് കൂടുതലായി കഴിഞ്ഞാൽ ഫിഷിന് സ്ട്രെസ് വരും, ചിലപ്പോൾ പുറത്തേക്ക് ചാടും എന്നൊക്കെയാണ് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ജസ്റ്റ് കൈ കാണിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ വരും ഫുഡ് എടുക്കാൻ. സ്ട്രെസ് ഇല്ലാന്നതിന്റെ മെയിൻ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഇവര് നമ്മുടെ അടുത്തേക്ക് വരില്ല. അവര് മൂലയിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ താഴെ പോയി നിന്നോളൂ. പക്ഷെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ടെമ്പറേച്ചർ, മെയിൻ ടെമ്പറേച്ചർ, പിന്നെ pH മാറാൻ പാടില്ല. നമ്മൾ ഇപ്പൊ ഈ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് ഒഴിക്കുന്നത് അല്ലേ? പിടിച്ചു വെച്ചിട്ടാണ്. 2 ദിവസം പിടിച്ചു വെക്കും. എങ്ങനെയാണ്? ഞാൻ മാക്സിമം ഒരു ദിവസം, വലിയ വ്യത്യാസം വരാറില്ല. ഡയറക്റ്റ് ടാപ്പ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ ടാപ്പ് വാട്ടറിൽ എയറേഷൻ കൊടുക്കുന്നുണ്ട്, ബക്കറ്റിൽ പിടിച്ചു വെക്കുന്നില്ല? ഇല്ല, എയറേഷൻ ജസ്റ്റ് പിടിച്ചു വെക്കുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ ക്ലോറിനൊക്കെ പോയി കിട്ടും. ഓക്കെ. ഇതിപ്പോ ഈ കളറിൽ വല്ല മാറ്റം വരുമോ ഈ ഫിഷുകളുടെ? ഇതിപ്പോ ഇതിന്റെ പാരന്റ്സ് ഫുൾ ബ്ലാക്ക് ആണോ? ഫുൾ ബ്ലാക്ക് ആണ്. നോക്കാം. ഇത് പക്ഷെ എല്ലാവരും പറയാറുണ്ട് ഫീമെയിൽ ഇതിന്റെ മെയില് ആൽബിനോ, ഫീമെയില് ജെറ്റ് ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പോ ഇതിനിപ്പോ ഇത് വളർത്തി നോക്കണം. ഇത് 1 മാസം പ്രായത്തിൽ ഇത്ര ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ബ്ലാക്കും അതിന്റെ ഒരു ഡിസൈൻ ടൈൽ ഫിന്നിൽ ഒരു കോഡൽ ഫിന്നിൽ ഒരു ഇത് വരുന്നുണ്ടല്ലേ ഡിസൈൻ പോലെ. ലേസ് എന്ന് പറയും. പാറ്റേൺ വന്നിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 4 മാസം പ്രായം. 4 മാസം ആകുമ്പോൾ കംപ്ലീറ്റ് അതേപോലെ. അപ്പൊ ശരിക്കുള്ള ഒരു അപ്പോഴേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ എങ്ങനെ ആയിരിക്കും. പിന്നെ ഇതിൽ ഈ ഫിൽട്രേഷൻ ഈ ഒരു സ്പോഞ്ച് ഫിൽറ്റർ മാത്രം മതി? സ്പോഞ്ച് ഫിൽറ്റർ മാത്രം മതി. ഇത് സ്പോഞ്ച് ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് വാട്ടറിന്റെ ക്ലാരിറ്റി അല്ല, ജസ്റ്റ് ബയോളജിക്കൽ ഫിൽട്രേഷൻ സൈക്കിൾ റെഡി ആവാൻ വേണ്ടി. ഇതിൽ എന്ത് മെത്തേഡിലാണ് നിങ്ങൾ ബ്രീഡ് ചെയ്തെടുക്കുന്നത്? ഇത് ഈ പാരന്റ്സിന്റെ കൂടെ വിടാണോ, അല്ല എങ്ങനെയാണ്? അതിനെ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടാണോ? ഞാൻ കൂടുതലും മാറ്റി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. എഗ് എടുത്ത് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ചെയ്യാറ്. എഗ് ഇട്ട് ഉടനെ എടുത്ത് മാറ്റി വെക്കും. എഗ് എടുത്തിട്ട് മാറ്റി വെക്കാറാണ് ചെയ്യാറ്. അത് എഗ് ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ എന്തോ ഒരു ഇത് പറയാറില്ലേ? 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാറ്റേണ്ടത്. ഫെർട്ടിലൈസ് ചെയ്യാനും ചില ആൾക്കാർ പറയുന്നത്, മിക്ക ആൾക്കാർ പറയുന്നത് 40 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. 40-45 മിനിറ്റ്സ്. നമ്മൾ 1 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ പ്രശ്നം വരണ്ടെന്ന് എഴുതിയിട്ട് ഒരു 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് മാറ്റി വെക്കും. അതെങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോസസ് എന്നുള്ളത് പറയാം. പാരന്റ്സിന്റെ അതേ ടാങ്കത്തെ വെള്ളം എടുത്തിട്ട് സ്ലേറ്റ് ഏത് ഇതിലാണ് മുട്ടിട്ടുള്ളത് അത് വെക്കും. നമ്മൾ വേറെ ട്രെയിൽ വെക്കും. അതിൽ വെക്കും. മെത്തിലിൻ ബ്ലൂ അങ്ങനെ മെത്തിലിൻ ബ്ലൂ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടത്തിൽ അങ്ങനെ ക്ലോറിൻ എല്ലാം വന്നുകൊണ്ട് ആവശ്യമില്ല. അങ്ങനെ ചെയ്യാറുണ്ട്.
മെറ്റൽ ബ്ലൂ ഒഴിക്കുകയാണെങ്കിലുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇതിലുള്ള ബയോളജിക്കൽ ബാക്ടീരിയ നശിച്ചു. അത് എത്ര ദിവസം കൊണ്ട് നമുക്ക് അതപ്പോ കുഞ്ഞുങ്ങളായി കിട്ടും? ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോ തണുപ്പായതുകൊണ്ട് ഹീറ്റർ വെച്ചിട്ട് ഈ പിന്നെ നമ്മൾ ഈ മുട്ട എടുത്ത് സെപ്പറേറ്റ് ട്രേയിൽ വെക്കുമെന്ന് അറിയില്ല, അപ്പൊ അതിനകത്ത് ഹീറ്റർ വെക്കണം. ഈ മുട്ടയ്ക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ ട്രയൽ വെച്ച് ചെയ്യാറില്ല. ഞാൻ സ്ലേറ്റ് മലർത്തി കിടത്തിയിട്ട് വാട്ടർ ലെവൽ ഏകദേശം ഇത്ര വെച്ചിട്ട് ഹീറ്ററും അതേപോലെ തന്നെ വേറെ ടാങ്കിൽ കാണിക്കുന്നത് ഹീറ്ററും അതുപോലെ തന്നെ പാരലായിട്ട് വെക്കും. ഇങ്ങനെ കിടത്തി വെക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യാറാണ്. ഈ ഇത് വിരിയുന്നതിന് കണക്കായിട്ട് വെള്ളം കൂട്ടി കൊണ്ടുവരും. അത് ഞാൻ അങ്ങനെ ചെയ്യാറ് വെച്ചാല് അടിയിൽ നിന്ന് വേസ്റ്റ് വലിച്ചെടുക്കാൻ നോക്കാറില്ല വാട്ടർ ചേഞ്ചിൽ. കാരണം കുഞ്ഞുങ്ങൾ വന്നിട്ട് പിന്നെ കുറെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ തിരിച്ചതിൽ ആകുമ്പോഴേക്കും അവര് ഹെൽത്ത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് തന്നെ വെള്ളം ആടെയാണ് ചെയ്യും. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ഒരു 2 ഇഞ്ച് വാട്ടറിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ വിരിഞ്ഞ അന്ന് മുതൽ വെള്ളം ഡബിൾ ആക്കും, 100% ആവും. അപ്പോൾ അതിലുള്ള ഇതെല്ലാം അമോണിയം എന്തുണ്ടെങ്കിലും ഡയലൂട്ട് ആവും. പിന്നെ ഞാനൊരു ഇഞ്ച് ബൈ ഇഞ്ച് എല്ലാ ദിവസവും കൂട്ടി കൊടുക്കും, ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് വെള്ളം പിന്നെ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്ക് അവർക്ക് അത്യാവശ്യം ഒരു ഹെൽത്ത് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ നിന്ന് ജസ്റ്റ് എയർലൈൻ ട്യൂബ് എടുത്തിട്ട്. അതൊരു നല്ല ടെക്നോളജി കേട്ടോ. നമ്മൾ വിരിഞ്ഞ ഉടനെ തന്നെ ഇതിൽ വെള്ളം മാറ്റാൻ നിൽക്കാതെ ഇത് കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ വെച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യാം, ടോപ്പപ്പ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളൊന്ന് ഹെൽത്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം മാറ്റാൻ തുടങ്ങും. ഇതൊരു നല്ല പോയിന്റാണ്. നമ്മളിപ്പോൾ ഈ ഫിഷസിനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വലിയ ടാങ്കിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ 1000 ലിറ്റർ ടാങ്കിലേക്കാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ നിയാസ് ഭായിനോട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് ബ്രീഡിംഗ് പെയർ ആണോ? അല്ല, ഇത് അന്ന് നിങ്ങൾക്ക് കൊണ്ടുപോയതിന്റെ ബാക്കിയുള്ള അന്നത്തെ നമ്മുടെ മാറ്റി വെച്ചത്. അതിന്റെ ബാക്കിയുള്ളതാണ്. ഇതിപ്പോ മെയിൽ ഫീമെയിൽ തന്നെ ആയിരിക്കും. അതിനെ പറ്റി എന്തെങ്കിലും ജസ്റ്റ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് അഡൽട്ട് ആയാൽ മാത്രമേ നമുക്ക് മെയിലും ഫീമെയിലും ഒരു ഏകദേശം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ അഗ്രഷനോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ ബോഡി ട്രൈറ്റ്സ് വെച്ചിട്ട് നോക്കാറില്ല. നാച്ചുറലി പെയർ ആവണമെങ്കിലാണ് ഞാൻ മാറ്റി വെക്കാറുള്ളത്. കുറച്ചൊരു 5-10 ഒന്നിച്ചിട്ടു, എന്നിട്ട് അതിൽ നിന്ന് പെയർ വരണം. ഈ ടാങ്കിലുള്ളത് ഇത് ബ്രീഡിംഗ് പെയർ ആണോ? ഇത് ബ്രീഡിംഗ് പെയർ ഞാൻ ജസ്റ്റ് മെയിലും ഫീമെയിലും നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് പെയറായിട്ടില്ല. മെയിലും ഫീമെയിൽ ആവാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇതിൽ ഇതുവരെ ഇല്ല. പക്ഷെ ടാങ്ക് സ്ലേറ്റ് ക്ലീൻ ആക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. ഇതിൽ ഇതേതാണ് കുഞ്ഞുങ്ങള്? വൈറ്റ് പ്ലാറ്റിനം. ഇതാണ് പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം. ഇതും അതുപോലെ തന്നെയാണോ? 1.5 മാസം? അല്ല, ഇത് 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു. പക്ഷെ അവരെ വളർച്ച ഇതിനില്ല. ഇല്ലല്ലോ. ഇതിന്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇത് വളർച്ച കുറയുന്നത്? അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ല, അത് നമ്മൾ എത്രത്തോളം വെള്ളം മാറ്റുന്നു. മെയിനായിട്ട് വാട്ടർ ചേഞ്ച് ആണ്. വാട്ടർ ചേഞ്ച് ആണ് ഗ്രോത്ത് തീരുമാനിക്കുന്നത്. പിന്നെ ഫീഡിങ്ങും. ഏറ്റവും ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഫ്രീക്വൻസി കൂട്ടി കൊടുക്കുക. എക്സാമ്പിൾ ഇപ്പോൾ 2 നേരം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അതേ ക്വാണ്ടിറ്റി ഫുഡ് 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 നേരം കൊടുക്കുക. പക്ഷെ എത്രത്തോളം ഫീഡ് ചെയ്യുന്നോ അത്രയും കൂടുതൽ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കാരണം വെള്ളം അതിന് കണക്കായിട്ട് ചീത്തയായി. ഇതേതാണ് വെറൈറ്റി? പ്ലാറ്റിനം ബ്ലൂ എന്ന് പറയും, ചിലർ പ്ലാറ്റിനം വൈറ്റ് എന്ന് പറയും. ഇതിലിപ്പോ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതിപ്പോ വിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇത് വിരിഞ്ഞിട്ട് ഫ്രീസിമിംഗ് ആയിട്ട് 3 ദിവസമായി. 3 ദിവസമായി. ഇവർക്ക് ഇപ്പൊ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയോ? ഫുഡ് വിരിഞ്ഞ അന്ന് മുതൽ തന്നെ കൊടുക്കും. ഫ്രീസിമിംഗ് ആയ അന്ന് മുതൽ തന്നെ കൊടുക്കും. ഇത് ഏകദേശം എത്ര കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പോൾ? 200 to 300 കുഞ്ഞുങ്ങളുണ്ട് ഉണ്ടാവും. ഓക്കെ. ഇതിലിനിയിപ്പോൾ ഈ ബ്രീഡിംഗ് കോണൊക്കെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം അല്ലേ? മാറ്റിയിട്ടില്ല. വെള്ളം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുത്ത് മാറ്റും. ഓക്കെ. ഇതേതാണ് വെറൈറ്റി? ഇത് നേരത്തെ കണ്ട കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് ആണ്. ഓക്കെ. ആ മെയില് ആൽബിനും ഫീമെയില് ജെറ്റ് ബ്ലാക്കും. ഇതിനും ഈ ടെയിലിൽ ആ പാറ്റേൺ ഉണ്ടല്ലേ? ഇതിന്റെ ഫീമെയിൽ ബ്ലാക്ക് ലേസ് എന്ന് പറയും. ബ്ലാക്ക് ലേസ്. ഓക്കെ. പല ട്രേഡ് നെയിം. അതെ, പല പേരുകളുണ്ടോ? ഇതിലിപ്പോ കുഞ്ഞുങ്ങളുണ്ടോ? ഇതിലിപ്പോ കുഞ്ഞുങ്ങൾ വെച്ചാൽ ഇതിലിപ്പോ വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ കാണാനുണ്ട് താഴെ. ഓക്കെ. ഇത് കുഞ്ഞുങ്ങളെ ശരിക്കും കാണാമോന്ന് അറിയില്ല. ഏതായാലും ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ എണ്ണം വളരെ കുറവാണ്. ഈ പൊതുവേ ജെറ്റ് ബ്ലാക്കിന് കുറച്ചേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. ഈ ആർട്ടിമയെ വിരിയിക്കുന്നതിന് തണുപ്പ് കൂടുതലായാലും വിരിയൂല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പൊതുവേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ഇതിലിപ്പോൾ നല്ല ഓറഞ്ച് കളറായിട്ടുണ്ടല്ലോ, ഇതിൽ നന്നായിട്ട് വിരിയുന്നുണ്ടല്ലോ. ഇനിതാ ഹാലജൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റും ലൈറ്റും 2 in 1 ആണ്. ഹാലോജൻ ലൈറ്റ്. ഓക്കെ. ഇപ്പൊ ഇത് 24 hours ഇങ്ങനെ ഇട്ട് വെക്കുമോ? 24 hours ഇട്ടു. 24 hours ലൈറ്റ് ഓൺ ആണ്. ലൈറ്റ് ഓണോ. നമ്മുടെ നിയാസ് ഭായിൻ്റെ വീട്ടിലെ
ഈ പുള്ളീൻ്റെ കളക്ഷനിലുള്ള എല്ലാ ഏഞ്ചൽസിനെയും കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ മതിയാവില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഈ സ്ക്രീൻ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് കാണിക്കുകയാണ്. എല്ലാവരും ഇതിൽ നിന്ന് കണ്ടോണം. കാരണം ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം പോവും. ഇതൊരു 15 മിനിറ്റ്സിനകത്ത് കൊള്ളിക്കണം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കാണിക്കുന്നത്. ഏതായാലും ഇത് സ്റ്റണ്ണിങ് ലുക്കുള്ള ഏഞ്ചൽസിനെ കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഏഞ്ചൽ എഗ്ഗ് ചെയ്യുന്ന ആ 1ാം സ്റ്റെപ്പ് മുതലുള്ള വീഡിയോ ആണ്. അത് ഞാനിങ്ങനെ ഒരേ സ്ക്രീനിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ പെയറാക്കുന്നതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞില്ലേ, കുറേ ഏഞ്ചൽസിനെ ഒരുമിച്ചിട്ടിട്ടാണ് പെയറിനെ സെലക്ട് ചെയ്യുന്നത്. അവരെന്നെ നാച്ചുറലായിട്ട് ഒരു പെയർ ഒരു സൈഡിൽ പോയി നിൽക്കുന്ന സമയത്ത് അതിനെ മാത്രം പിടിച്ച് ബ്രീഡിംഗ് ടാങ്കിലേക്ക് മാറ്റുകയാണ് പുള്ളി ചെയ്യുന്നത്. മാർബിൾ ഏഞ്ചൽസിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, എത്രയും എബവ് 500 കുഞ്ഞുങ്ങൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഗ്രോട്ട് ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് ഡിഫറൻസ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പുള്ളി എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വലിയ ടാങ്കിലാണ് വളർത്തുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ അടുത്തുള്ള ഈ ഏഞ്ചൽസിൻ്റെ ഗ്രോത്ത്, ക്വാളിറ്റി, ഇത് രണ്ടും പുള്ളിയുടെ ഫീഡിങ്ങും വാട്ടർ ചേഞ്ചിങ്ങുമാണ്. ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഏഞ്ചൽസിനെ വളർത്തിയെടുക്കാമെന്നാണ് പുള്ളിയുടെ അനുഭവത്തിലൂടെ പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ പുള്ളി ചില ടാങ്കുകളിൽ PVC പൈപ്പുകൾ വെച്ച് കൊടുക്കുന്നു, ചില ടാങ്കിൽ ബ്രീഡിംഗ് കോണാണ് വെക്കുന്നത്, ചില ടാങ്കുകളിലാണെങ്കിൽ ബ്രീഡിംഗ് സ്ലേറ്റാണ് വെക്കുന്നത്. എല്ലാ രീതിയിലുള്ള ബ്രീഡിംഗ് പരിപാടികളും പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പുള്ളി എല്ലാം ഒരുതരം എക്സ്പെരിമെൻറ്റ് പോലെ പുള്ളി തന്നെ ചെയ്ത് അത് അങ്ങ് സ്റ്റാൻഡർഡൈസ് ചെയ്യുവാണ്. കണ്ടില്ല, ഇതിപ്പോൾ സെപ്പറേറ്റ് ഏഞ്ചൽസ് എഗ്ഗ് ചെയ്യുന്ന ആ സ്ലേറ്റ് എടുത്ത് വെച്ച് വിരിയിച്ച് ഫ്രീ സ്വിമ്മിങ് ആയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിൽ ഈ 3ാമത്തെ കോളത്തിൽ കാണുന്നത്. വിവിധ തരത്തിലുള്ള ബ്രീഡിംഗ് മെത്തേഡ്സാണ്. അതുപോലെ ഇഷ്ടംപോലെ പെയേഴ്സ്. ഇത് കണ്ടില്ല, റെഡ് ടോപ്പിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള ഏഞ്ചൽസ്, അത് കുഞ്ഞുങ്ങളെ അവർ തന്നെ അങ്ങ് നോക്കുവാണ്. അത് നല്ല അഗ്രസീവ് പാരൻസ് ആയതുകൊണ്ട് പുള്ളി കുഞ്ഞുങ്ങളെ അവരെ കൂടെ തന്നെ അങ്ങ് വിട്ടേക്കുവാണ്. നിയാസ് ഭായി, അപ്പോൾ ഇതിനെ പിടിക്കല്ലേ? പിടിക്കല്ലോ. എന്താ പിടിച്ചോളൂ, നിങ്ങൾ തുടങ്ങിയോളി. നിങ്ങളല്ലേ ഇൻസ്പെക്ടർ, നിങ്ങൾ തന്നെ പിടിച്ചോളൂ. ശ്രീനിവാസൻ പറഞ്ഞത് ഓർമ്മയല്ലേ, നിങ്ങളല്ലേ ഇൻസ്പെക്ടർ, നിങ്ങൾ തന്നെ നന്നായിക്കോളീൻ. അതേപോലെ നിങ്ങൾ പിടിക്കും. അങ്ങനെ ഉദ്ഘാടന പിടി ഞാൻ തന്നെ പിടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളൊരു രീതിയിൽ ഇത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ പിന്നെ ഫിഷസ് വന്ന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മൂല ഇവിടുന്ന് തിരിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പോയി കിട്ടും. ഇപ്പോൾ ആ 2 സൈഡ് റൗണ്ടായി വന്നു. അപ്പോൾ ബൈ. അപ്പോൾ ഏഞ്ചലിൻ്റെ പിടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇവന്മാരെ കൊണ്ടുപോയി അവിടെ വിടണം. നമ്മുടെ ടാങ്കിനകത്ത് വിടലാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഏഞ്ചൽ ബ്രീഡിങ്ങിൽ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കേട്ടു. അതുകൂടാതെ നമ്മളിപ്പോൾ മോൺസ്റ്റർ ടാങ്കിനെ നമ്മൾ ഏഞ്ചൽ ഗ്രോ ഔട്ട് ടാങ്കാക്കി മാറ്റി. അപ്പോൾ ഏകദേശം 500-ന് മുകളിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.